ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്ന് പറയും. സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിലിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് സ്വർഗവാതിൽ എന്നറിയപ്പെടുന്നത്. സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കും. ഏകാദശികളിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഏകാദശിയാണിത്. വിഷ്ണു ഭക്തർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തിരിക്കേണ്ട ഏകാദശി കൂടിയാണിത്. ഇനി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്വർഗവാതിൽ ഏകാദശി വ്രതം തലേ ദിവസം തന്നെ ആരംഭിക്കണം. തലേന്ന് ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഏകാദശി ദിവസം പൂർണ്ണമായും ഉപവാസം നടത്തണം. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം അതിനനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമെടുക്കാം. എണ്ണ തേച്ച് കുളിക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അഭികാമ്യം. ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രമോ 108 പ്രാവശ്യം ജപിക്കുക. ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിലെയും മലരുമിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വേണം വ്രതം അവസാനിപ്പിക്കാൻ. ഈ പ്രാവശ്യം ഇത് വരുന്നത് ഡിസംബർ 30 ചൊവ്വാഴ്ചയാണ്.